KSFDC തിയേറ്ററുകൾക്ക് ജൂൺ മുതൽ സിനിമ കൊടുക്കില്ലെന്ന് ഫിലിം ചേംബേഴ്സ് അസോസിയേഷൻ. KSFDC തിയേറ്ററുകൾ ബഹിഷ്കരിക്കും. സിനിമാ കോൺക്ലേവ് കഴിഞ്ഞിട്ടും വിനോദ നികുതിയിൽ ഇളവും സബ്സിഡിയും സർക്കാർ അനുവദിക്കുന്നില്ല. വകുപ്പ് സെക്രട്ടറിമാരുമായി ആലോചിച്ച് തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ടും നടപടിയില്ലെന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് അനിൽ തോമസ് കൊച്ചിയിൽ പറഞ്ഞു. വിവരങ്ങളുമായി ബീനറാണി ചേരുന്നുണ്ട്. ബീനറാണി, ഇപ്പോൾ KSFDC തിയേറ്ററുകൾക്ക് ജൂൺ മുതൽ സിനിമ കൊടുക്കില്ലെന്ന് ഫിലിം ചേംബേഴ്സ് അസോസിയേഷൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ? ചലച്ചിത്ര വ്യവസായത്തിൽ മുതൽ മുടക്കുന്നവർക്ക് നിരന്തരമായി നഷ്ടം നേരിടേണ്ടി വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടികളുമായി ഫിലിം ചേംബർ മുന്നോട്ട് വരുന്നത്. ഇതിൻ്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതൊന്നും നടപ്പാക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സിനിമ സമരത്തിലേക്ക് നീങ്ങാൻ ഇവർ തീരുമാനിക്കുന്നത്. അതായത് വിനോദ നികുതി ഒഴിവാക്കണം, ഇരട്ട നികുതി ഒഴിവാക്കണം എന്ന ആവശ്യമാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വെച്ചിരുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സമരം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുമായുള്ള ചർച്ചയെ തുടർന്ന് സമരം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അന്ന് മന്ത്രി നൽകിയ ഉറപ്പ് ഇക്കാര്യം പരിഹരിക്കാം, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുമായി ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത്രയും നാളായിട്ടും അതിന് യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണെന്നാണ് ഫിലിം ചേംബർ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അടുത്ത വർഷം ജനുവരി മുതൽ KSFDC തിയേറ്ററുകൾക്ക് ചലച്ചിത്രം നൽകില്ല, സിനിമകൾ നൽകില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തുകയാണ്. ആദ്യഘട്ടമെന്ന നിലയിലായിരിക്കും ഇത്. പിന്നീട് തിയേറ്ററുകൾ എല്ലാ സിനിമാ മേഖല ഒന്നാകെ ബഹിഷ്കരണം നടത്താനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമായി KSFDCക്ക് തിയേറ്ററുകൾ വിട്ടു നൽകില്ല, പിന്നീട് തിയേറ്ററുകൾ അടച്ചിട്ട് സമരം നടത്തും തുടങ്ങിയ തീരുമാനങ്ങളാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് സർക്കാർ മുതിർന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ അവഗണന ഇനിയും തുടരുകയാണെങ്കിൽ സിനിമാ വ്യവസായം തന്നെ സ്തംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ഇവർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ കോൺക്ലേവിന് ശേഷം ഇത്തരത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചതിനെ തുടർന്നാണ് ഇതുവരെ വെയിറ്റ് ചെയ്തത്. എന്നാൽ അതിനുശേഷവും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഈ സർക്കാർ സിനിമാ മേഖലയിലെ വികസനത്തിന് വേണ്ടി അല്ല, സിനിമാ മേഖലയ്ക്കായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. വലിയ സാമ്പത്തിക നഷ്ടം നേരിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വർഷം 184 സിനിമകൾ ഇറങ്ങിയതിൽ 10-ൽ താഴെ സിനിമകൾക്ക് മാത്രമാണ് വിജയം കൈവരിക്കാനായത്. അത്തരത്തിൽ വലിയ രീതിയിൽ നഷ്ടം നേരിടുന്ന ഒരു ചലച്ചിത്ര വ്യവസായത്തിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന ഒരു വിലയിരുത്തലിലാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം എത്തിയത്. ഇതിനെ തുടർന്ന് നിർമ്മാതാക്കളുടെ സംഘടനയും ഫിയോക്കും ഫിലിം ചേംബർ ഭാരവാഹികളും ഒന്നിച്ചാണ് വാർത്താ സമ്മേളനം നടത്തിയത്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അന്തിമ ഘട്ടമെന്ന നിലയിൽ ഒരു സൂചന നൽകുകയാണ് ഇപ്പോൾ ചെയ്തത്. അതിനുശേഷം ഒരു സൂചന പണിമുടക്കുണ്ടാകും. ജനുവരി മുതൽ KSFDC തിയേറ്ററുകൾക്ക് സിനിമ നൽകില്ല എന്ന തീരുമാനത്തിലേക്ക് ഇവർ എത്തി. സംസ്ഥാനത്ത് ഏതാണ്ട് 20ഓളം തിയേറ്ററുകൾ KSFDCക്കായിട്ടുണ്ട്. ഇവയിലൊന്നും തന്നെ സിനിമകൾ നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ് അവർ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കേരള സർക്കാർ മാത്രമാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയോട് അവഗണന കാട്ടുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും സമരത്തിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഫിലിം ചേംബർ എത്തിയിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നും ബീനറാണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.